ജൂലൈ 25 വിശുദ്ധ യാക്കോബ് ശ്ലീഹ. സെബദിയുടെയും സലോമിയുടെയും മകനും യോഹന്നാൻ ശ്ലീഹായുടെ സഹോദരനുമായ വലിയ യാക്കോബിൻ്റെ തിരുനാളാണ് ജൂലൈ 25. യാക്കോബിന് ഈശോയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. മേരി എന്നുകൂടി പേരുള്ള സലോമി ദൈവമാതാവിൻ്റെ ഒരു സഹോദരിയായിരുന്നു. സെബദി ഒരു ഗലീലിയൻ മുക്കുവൻ. മീൻപിടുത്തക്കാരായ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കിയ ശേഷം മുന്നോട്ട് നടന്നപ്പോഴാണ് സെബദീപുത്രന്മാരെ അപ്പസ്തോലന്മാരെ ശുശ്രൂഷയ്ക്കായി യേശു വിളിച്ചത്. ഇടിനാദത്തിൻ്റെ പുത്രന്മാരെന്നാണ് അവരെ വിളിച്ചിരുന്നത്. പത്രോസിനൊപ്പം സെബദീപുത്രന്മാരെയും താബോറിലേക്കും ഗത്സമനിലേക്കും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ജൈറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും യാക്കോബുണ്ടായിരുന്നു യേശുവിൻ്റെ കൂടെ. ക്രിസ്തു പ്രതാപവാനായ ഒരു രാജാവാകുമെന്നായിരുന്നു അവരുടെയെല്ലാം പ്രതീക്ഷ. തത്സമയം തങ്ങൾക്ക് രാജാവിൻ്റെ ഇരുവശത്തും ഇരിക്കുവാനുള്ള ഭാഗ്യം അനുവദിക്കണമെന്ന് അമ്മ സലോമിയെ കൊണ്ട് അവർ ഈശോയോട് ചോദിപ്പിച്ചു. അതിനുള്ള വ്യവസ്ഥ രക്തസാക്ഷിത്വമാണെന്നാണ് ഈശോ വിശദമാക്കിയത്. എന്നാൽ പിതാവാണ് ആ സ്ഥാനങ്ങൾ അരുളുക എന്നുകൂടി അവിടുന്ന് കൂട്ടിച്ചേർത്തു. സാവൂളായിരുന്ന പൗലോസ് 3 വർഷക്കാലം യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് അറേബ്യയിലും ദമാസ്കസിലും ജീവിക്കുകയായിരുന്നു. ആ കാലത്തിന് ശേഷം കേപ്പായെ കാണുവാൻ ജെറുസലേമിലേക്ക് പോകുമ്പോൾ യാക്കോബ് ശ്ലീഹായെ അവിടെ കണ്ടുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 14 വർഷത്തെ ദൈവവചന ശുശ്രൂഷകൾക്ക് ശേഷം പൗലോസ് ശ്ലീഹായും ബാർനബാസും വീണ്ടും ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു. അവർ അവിടെ സഭയുടെ നേതൃസ്തംഭങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കാണുകയുണ്ടായി എന്ന് ഗലാത്യർക്കുള്ള ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇക്കാലയളവിൽ യാക്കോബ് ശ്ലീഹായും മറ്റപ്പസ്തോലന്മാരെ പോലെ ദൈവവചന ശുശ്രൂഷകളിൽ വ്യാപൃതനായിരുന്നു. യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളോടും യാക്കോബ് ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അക്കാലയളവിൽ സ്പെയിനും സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹെറോദ് അഗ്രിപ്പ യഹൂദന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ നേരെ മർദ്ദനം ആരംഭിച്ചു. അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി വലിയ യാക്കോബായിരുന്നു. 63 ഉയിർപ്പ് തിരുനാളിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വലിയ യാക്കോബിൻ്റെ രക്തസാക്ഷിത്വം. ശ്ലീഹ വിചാരണയിലും വിധിസമയത്തും പ്രകാശിപ്പിച്ച ധീരത കണ്ടിട്ട് ന്യായാധിപൻ മാനസാന്തരപ്പെട്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. യാക്കോബ് ശ്ലീഹായോടൊപ്പം ന്യായാധിപനായ ജോസിയായും മരണത്തിന് വിധിക്കപ്പെട്ടു. കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ ന്യായാധിപൻ ശ്ലീഹായോട് മാപ്പ് ചോദിച്ചു. ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ഒരുവനെ സഹോദരനായി സ്വീകരിക്കാമോ എന്ന് അല്പനേരം ചിന്തിച്ചു. രക്തസാക്ഷിത്വം ജ്ഞാനസ്നാനത്തിന് മതിയാകുമെന്ന തിരുസഭയുടെ വിശ്വാസം അപ്പോൾ ഓർമ്മയിൽ വന്നു. ഉടനടി ന്യായാധിപനായ ജോസിയായെ ആശ്ലേഷിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്ക് സമാധാനം. 2 പേരുടെയും ശിരസ് ഒപ്പം ഛേദിക്കപ്പെട്ടു. വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം എനിക്കും ബാർനബാസിനും നീട്ടിത്തന്നു. അങ്ങനെ വിജാതിയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദിതരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. വിചിന്തനം. ദൈവം നമുക്ക് ഓരോ കാസ വച്ച് നീട്ടിക്കൊണ്ട് ചോദിക്കുന്നു, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാമോ? ഉവ്വ എന്ന് യാക്കോബ് ശ്ലീഹ ജീവിതത്തിൽ മറുപടി നൽകി. മറ്റെല്ലാ അപ്പസ്തോലന്മാരെക്കാളും മുമ്പ് ആ പാനപാത്രം കുടിച്ചു. ദിവ്യഗുരുവിൻ്റെ വലത്തുവശത്തല്ലെങ്കിലും അടുത്ത് തന്നെ ഒരു സ്ഥാനം പിടിച്ചു.